നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ജാക്ക് ജോൺസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫാമിലി ആയിട്ട് പുതുവത്സരത്തിൽ നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോയത്? ഞങ്ങൾ പോയത് ഹാർട്ട് ഓഫ് സാൽമിയിലേക്കാണ്. അതെ, ബോളിവുഡ്. ആകർഷകമായ ഭംഗിയോട് നമ്മുടെ ഹൃദയം തന്നെ കീഴടക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റിയാണ് കേട്ടോ ഈ ബോളിവുഡ്. അതുകൊണ്ട് തന്നെ കുവൈറ്റിലെ സാൽമിയയുടെ ഹാർട്ട് എന്നാണ് ബോളിവുഡിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ഫാമിലിക്കുള്ള എൻ്റർടൈൻമെൻറ്റ്, എൻജോയ്മെൻറ്റ് എല്ലാം ഇവിടെ കിട്ടും. കുട്ടികൾ എന്തായാലും മാപ്പൊക്കെ നന്നായി തന്നെ നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പേടിക്കാനില്ലല്ലേ? നമുക്ക് ലേക്കിലേക്ക് പോയാലോ? ഇതാണ് ആ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന തടാകം. ഏകദേശം നല്ലൊരു ഭാഗം ഈ ലേക്ക് തന്നെയാണ് കവർ ചെയ്യുന്നത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ തടാകം തന്നെയാണ്. ഈ പൂക്കളൊക്കെ കണ്ടോ? നമ്മുടെ നാട്ടിലെ മുക്കുറ്റി അല്ലെങ്കിൽ കൊങ്ങിണി എന്നൊക്കെ പറയാറില്ലേ? അതാണ് സംഭവം. ഈ തടാകത്തിൻ്റെ ഭൂരിഭാഗം ഭാഗത്തും ഈ പൂക്കളാണ്. ഈ ലേക്കിന് ചുറ്റും നടക്കാനായിട്ട് കുറേ അധികം ഏരിയ ഉണ്ട്. ഫാമിലി എല്ലാം ഇഷ്ടപ്പെടുന്നത് തന്നെ ഒരു ഈവനിങ്ങിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ്. കാരണം ഇതിന് ചുറ്റും റെസ്റ്റോറൻറ്റ്സ് ആണേ. എല്ലാവരും കൂടി ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഈ ലേക്ക് വ്യൂ ആസ്വദിക്കുവാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഒരു ഔട്ട്ഡോർ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടികൾ ഇവിടെ വരാൻ ഇഷ്ടപ്പെടുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമാണ് ദേ ആ വരുന്നത്. രണ്ടാമത്തെ കാരണം കുറച്ചപ്പുറത്താണ്, പാർക്ക്. ഇത്രയും വലിയ തടാകം കുവൈറ്റിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ പാർക്കിലൊക്കെ തടാകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും വലുതല്ല. അതുതന്നെ ആയിരിക്കാം എല്ലാവരും ഇവിടം ചൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒരു രക്ഷയുമില്ല. അടിപൊളി തന്നെയാണെന്ന് പറയാം.
ആ തടാകത്തിലേക്ക് ഒഴുകുന്ന അരുവികൾ കണ്ടില്ലേ? ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല. വലിയ വലിയ പാറകളും ഉരുളൻ കല്ലുകളും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വശത്ത് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഈ റോക്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഓരോ ഹുക്കൊക്കെ പിടിപ്പിച്ചിട്ട് അവർക്ക് റോപ്പൊക്കെ ഇട്ട് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു അഡ്വഞ്ചർ പർപ്പസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചെറിയ പിള്ളേർക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. സാധാരണയായിട്ട് ഇവിടെ പാർക്കിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫലവൃക്ഷങ്ങളുടെ മരങ്ങളൊന്നും കാണാറില്ല. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ടൈപ്പ് ഓഫ് ഓറഞ്ചിൻ്റെ മരമായിരുന്നു. അതിൽ നിറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. ഈ തണൽമരങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഇതെല്ലാം ആര്യവേപ്പാണ്, നീം ട്രീ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇത്രയധികം ട്രീസ് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ കൂടുതലായിട്ടും അവർ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടു വളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമല്ലോ, അതിലൊന്നാണ് ഈ നീം ട്രീ. ഇതിൻ്റെ ഗുണവിശേഷങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടും, കൂടുതലായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും, എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യും. ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ നീം ട്രീസ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കണ്ടില്ലേ, ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അല്ലേ? വൃക്ഷങ്ങളെ കൊണ്ട് അധികം സമ്പന്നമൊന്നുമല്ല കുവൈറ്റ്, എങ്കിലും അവരുടെ പരിശ്രമവും ഉത്സാഹവും പ്രശംസനീയം തന്നെയാണ്. കുറച്ചധികം സമയം ചിലവഴിക്കാനുള്ള വകയൊക്കെ ഇതിനുള്ളിലുണ്ട്. മാപ്പുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ, അതുകൊണ്ട് നമുക്ക് വഴിയൊന്നും തെറ്റാൻ ഒരു സാധ്യതയില്ല. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പ്ലേ ഗ്രൗണ്ടിലേക്കാണ്. ആണ് നമ്മുടെ കുട്ടികൾ ഉദ്ദേശിച്ച മെയിൻ ആയിട്ടുള്ള സ്ഥലം. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നമ്മളുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ. കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ഇല്ല, ഇവരെ നോക്കി നിൽക്കണം. ഇവർ ഓരോന്നിൻ്റെ ഉള്ളിൽ ഒക്കെ പോയി സ്കീയിങ്ങും ക്ലൈംബിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അവരെ നോക്കി നിൽക്കുന്നതാണ് അടുത്ത പരിപാടി. കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത്തിരി വിശ്രമമാവാം. അവിടെ ലേക്ക് സൈഡിൽ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചസും ചെയേഴ്സും എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് സ്ഥാനം ഉറപ്പിച്ചു. കുറച്ച് നേരം സ്കൈയൊക്കെ നോക്കി അങ്ങനെ വെറുതെ ഇരുന്നു. സമയം അധികമൊന്നും ആയിട്ടില്ല, 5 മണിയൊക്കെ ആയിട്ടുള്ളൂ ഈവനിങ് ടൈം. വിൻ്റർ സീസൺ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇരുട്ടായതാണ്. രാത്രിയിലെ കാഴ്ച ഡിഫറെൻ്റ് ആണ്. ആ മോൾസും റെസ്റ്റോറൻറ്റ്സും എല്ലാം കണ്ടില്ലേ? നന്നായി ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതേ നമ്മുടെ ഫൗണ്ടനും ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഫൗണ്ടൻ അല്ല, എങ്കിലും കുഴപ്പമില്ല. ഈവനിങ് ആയപ്പോൾ കാഴ്ചകൾ അപ്പാടെ അങ്ങ് മാറിയേ. ശാന്തമായിട്ട് വെറുതെ നിൽക്കാൻ പറ്റിയൊരു സ്ഥലം, നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാമറാമാൻ ഇവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്.
അങ്ങനെ ബോളിവുഡിലെ കാഴ്ചകളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. 2023 ഈ ന്യൂ ഇയറിൽ കാഴ്ചകളെല്ലാം ഇവിടെ നിന്നും തുടങ്ങുന്നു. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ജാക്ക് ജോൺസ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.